ബസ്സും വന്നില്ല വണ്ടാറടങ്ങാനായി. മണ്ടനും കുണ്ടനും ഒക്കെ ഉണ്ടല്ലോ. തിരുവനന്തപുരത്ത് ബസ് വന്നു. കുറ്റിപ്പുറത്തേക്ക് പാലത്തിന്റെ അടുത്ത് പോകാൻ സമയം ഇതെന്തോ വെള്ളം വെച്ചിട്ട് ഞാൻ കുറ്റിപ്പുറം. അത് 12 ആയിട്ടുണ്ടാവും. ആനന്റെ മൈര കൊറേ കൊല്ലായിക്കുന്നു. ആടാ മോനെ 8-ാം മാസം 2 കൊല്ലം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ 9-ാം മാസം ഭർത്താവൊക്കെ ഉണ്ട്. അയാളൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് ദുബായിക്ക് പോയാൽ എന്താക്കണ് പേരണ്ടത് ഇപ്പൊ. അയ്യോ ഓലത്തേക്ക് കോലിട്ടിട്ട് കുത്തണതാ. അതാ കുണ്ടനല്ലേ അവിടെ തന്നെ ഉണ്ടല്ലോ. കുട്ടി നായ്ക്കൾ എന്താ പറയാ എന്റെ ഫ്രണ്ടിനെ വിളിക്കാം. ഹലോ അതെ ഇവന്റെ തനി സ്വഭാവമാണത്. പാലത്തിന്റെ ഒട്ടി കൊണ്ടുപോകുക പൈസ പറിക്കോ. അതിൽ ആ മണ്ടൻ കുടുങ്ങി അല്ലെങ്കിൽ ചാവിയോടെ ചേച്ചി കുഞ്ഞില്ലല്ലോ. ഇത്ര കാക്കറാന്തോ പോയത്. എന്തായാലും സ്കാൻ ചെയ്ത് ഞാൻ പോണു. ബസ് വേറെ പോയി നോക്കട്ടെ. നടുവെട്ടി സ്കാൻ ചെയ്യാല്ലേ 500 എടാ ഈ ഗർഭിണികളെ കളിയാക്കി എവിടുക്ക ജീ പോണ്. എടാ കുണ്ട അണക്കറിയാം എന്റെ താഴെ ഉണ്ടയും തോക്കുവാണെന്നുള്ളത്. ആ മറ്റേ മൊയന്തിനും അറിയാം. 2 കപ്പൽ കുണ്ടന്മാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാണി പിടിച്ച് വലിച്ച് ബലൂൺ ഇത് കളിപ്പിക്കുക എന്നല്ലാതെ വീർപ്പിച്ച് കളിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് എന്താ കാര്യം? എന്നിട്ട് ഇപ്പം ഒരു കെട്ടിയിട്ട് സ്കാൻ ചെയ്യാൻ പോകും അവൻ്റെ കുണ്ടി. അതിനാ പോണ് മൂലം സ്കാൻ ചെയ്യാൻ. എത്രണ്ട് വികസിച്ചു എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എടാ വൃത്തികെട്ടവനെ, എന്താണ് ഈ ഗർഭിണിയാകെ എങ്ങനെ നടക്കുക എന്ന് നിനക്കറിയോ? അതോരെ പെണ്ണുങ്ങൾക്ക് അറിയുള്ളൂ. ഈ പെണ്ണിന്റെ വേഷം കേട്ടിട്ട് അതിന്റെ പിന്നാലെ നടക്കണ ആ മൊയന്തിനാണ് പാത്തല് വെട്ടി അടിക്കേണ്ടത്. നാണല്ലാത്ത ഉളുപ്പില്ലാത്ത ജന്മങ്ങള്. കണ്ണൂർ പോയിട്ട് കുറെ കുണ്ടന്മാർ അതിന്റെ പിന്നാലെ സെൽഫിയൊക്കെ എടുത്തിരുന്നു. എന്ത് നാറികളടങ്ങള്. അച്ഛി എന്തപ്പത് അവസ്ഥ അല്ലേ? അവ ഹജ്ജ് ചെയ്തിട്ട് വന്നതല്ല, അത് ആ മുട്ടാണി മറച്ചു വെച്ചിട്ട് പെണ്ണിന്റെ വേഷം കെട്ടി നടക്കണ. എവിടുന്ന് വന്നാവണില്ലേ?